ഹലോ വ്യൂവേഴ്സ്, ഞങ്ങളുടെ 13 ദിവസത്തെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 9ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നത്തെ എപ്പിസോഡുകൾ എല്ലാവരും പോയി കാണണേ. വിയാജിയോ വിത്ത് ശ്രീ എന്നുള്ള ചാനലാണ്. ഇതുവരെയുള്ള എല്ലാ ദിവസത്തെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെയും രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇതിപ്പോൾ ഓസ്ട്രിയയിലുള്ള ഹോട്ടലാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്, ഓസ്ട്രിയയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ വെനീസിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ഒരു മിക്സഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതായത് ലോക്കൽ ഫുഡും ഇന്ത്യൻ ഫുഡും കൂടെ ഇടകലർന്നിട്ടുള്ള ഒരു തരത്തിലാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ ദിവസത്തെ പോലെയും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ കയറി. ചിലപ്പോൾ 15 മിനിറ്റ്സ് അങ്ങനെ നമ്മൾ 45 മിനിറ്റ്സ് വണ്ടി സ്റ്റോപ്പ് ചെയ്യും എങ്ങനെയായാലും. ആൻഡ് കാരണം 4 hours കൂടുതൽ ജേർണി വരുന്നുണ്ട്. അത് കാരണം ആൻഡ് അവിടെ എത്തിയ ഉടനെ നമ്മൾ ഫസ്റ്റ് ലഞ്ച് കഴിഞ്ഞാൽ ലഞ്ച് ഇന്ത്യൻ ആണ്. ആഫ്റ്റർ ലഞ്ച് നമുക്ക് അവിടെ നിന്ന് നേരെ നമ്മൾ പാർക്കിങ്ങിലേക്ക് വരും, വെനീസിലേക്ക്. അവിടെ നിന്ന് വിൽ ബി ടേക്കിംഗ് എ ബോട്ട്. ഒരു ബോട്ട് എടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ 20 മിനിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 20 മിനിറ്റ്സ് ജേർണിയാണ് ടു ദ ഐലൻഡ്. Basically, it is consisting of more than 100 islands on Venice. So നമ്മൾ we go to an island. അവിടെ നമുക്ക് ഗൈഡ് ജോയിൻ ചെയ്യും, 2 ഗൈഡ്സ്. സോ അറൌണ്ട് 3:30 അപ്രോക്സിമേറ്റ്ലി 3:30 നിങ്ങളുടെ ഗൈഡിങ് ടൂർ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദ ടൂർ വി കം ബാക്ക് അഗെയിൻ. ഒന്നുകൂടെ ബോട്ട് എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലേക്ക് വരുന്നു. ആൻഡ് ആഫ്റ്റർ റീച്ചിങ് ദെയർ വി പ്രൊസീഡ് ടു ദ ഹോട്ടൽ. ആൻഡ് ഇന്ന് ഡിന്നർ ഹോട്ടലിലാണ്, ലോക്കൽ ഡിന്നറാണ് വരുന്നത്. അതാണ് ഇന്നത്തെ പ്ലാൻ ടുഡേ. എലിസബത്ത് ഓസ്ട്രിയൻ ഇറ്റലിയിലോട്ട് കയറുന്ന എപ്പോഴായിരിക്കും? ഞാൻ പറയാം, ബോർഡർ എത്തുമ്പോൾ പറയാമേ. കുറച്ച് ടൈം എടുക്കും, മേ ബി 1 hour ഒക്കെ എടുക്കുമായിരിക്കും. 1 hour കഴിഞ്ഞ് ബോർഡർ എത്തുമ്പോൾ ഞാൻ പറയാം. അതാണ് അതുവഴി പോവായിരുന്നു, എല്ലാ കുപ്പിയും നിറയ്ക്കായിരുന്നല്ലോ. നമ്മുടെ ഐറ്റിനറിയിലില്ല. ഇവിടെ കിടന്നാൽ മതി. അങ്ങനെ ഓസ്ട്രിയയിൽ നിന്ന് ഇറ്റലിയിലേക്കുള്ള 4 മണിക്കൂർ യാത്രയിൽ ഇടയ്ക്ക് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയായിരുന്നു കേട്ടോ, ബാത്റൂമിൽ പോകാനായിട്ട്. നമ്മളവിടെ നിന്ന് തിരിച്ചത് പിന്നെ അതായത് ഓസ്ട്രിയയിൽ നിന്ന് തിരിച്ചത് ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് 7:45 തിരിച്ചത്. ഇപ്പോൾ 10:30. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെ വലിയ വലിയ വണ്ടികളാണ് കേട്ടോ. ഗ്യാസ് സ്റ്റേഷനല്ലേ, ഡീസൽ അടിക്കാൻ നിർത്തിയിരിക്കുന്നതാണ്. ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയണത്. പെട്രോൾ പമ്പ്, നമ്മൾ പെട്രോൾ പമ്പ് എന്ന് പറയുന്നതിന് ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയണത്. അപ്പം വലിയ വലിയ വണ്ടികളാണ്. എനിക്ക് പിന്നെ വണ്ടി ഓട്ടിക്കുമെങ്കിലും വലിയ വണ്ടികളെ പറ്റിയൊന്നുമുള്ള ഗ്രാഹ്യം വലുതായിട്ടില്ല കേട്ടോ പറയാൻ. അങ്ങനെയൊന്നും പറയാനായിട്ട് നായത്തിനാണെങ്കിലും ഏത് വണ്ടി കണ്ടാലും എവിടെപ്പെട്ട ഏത് മോഡൽ വണ്ടി കണ്ടാലും ഏത് മോഡലാന്നൊക്കെ കറക്റ്റാണ് പറയേ. നമ്മൾ ആദ്യത്താണെങ്കിൽ ഓട്ടോക്കാർ എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഒക്കെ വായിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഇതൊക്കെ എന്തിനാണ് വായിക്കുന്നത്? ഓരോരുത്തരുടെ താല്പര്യമല്ലേ. എനിക്കെന്നാ അങ്ങനെ വണ്ടി ഓട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത് ലൈറ്റ് വെഹിക്കിൾ ഏത് കിട്ടിയാലും ഓടിക്കാം, ഓട്ടോമാറ്റിക് ആയാലും ഗിയർ വണ്ടി ആയാലും ഒക്കെ. പക്ഷേ അതുപോലും എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എനിവേ, ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഇവിടെ പോലെ തന്നെ ഗ്യാസ് സ്റ്റേഷൻസിലെല്ലാം ഇതുപോലെ ഇതുണ്ട്.
എൻ്റെ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ലല്ലോ, എനിക്ക് വേറെ ഏതോ ആൾക്കാർ കാണുന്നു. മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ നടന്ന് ഞാൻ വേറെ അടുത്ത് വന്നു. ഇത് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മുടെ പെട്രോൾ പമ്പിലാണെങ്കിലും അങ്ങനെയാണല്ലോ. മിക്കവാറും പെട്രോൾ പമ്പിൽ ചെറിയ മാർക്കറ്റുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ നടന്നിങ്ങി കയറി മാറിപ്പോയി. ടോയ്ലറ്റ് തോതാ മാറിപ്പോയി. കരുടുപ്പുണ്ട്. Welcome, sir. Welcome. Please come. അങ്ങനെ ഏകദേശം ഒരു 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വെനീസിലെത്തുകയാണ്. വെനീസിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലി നമ്മളെത്തി കയറി. പിന്നെ ഇവിടെ നിന്ന് ഇനി ബോട്ടാണ് കേട്ടോ. അപ്പോൾ വെനീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100ഓളം ഐലൻഡുകൾ ചേർന്ന ഒരു സ്ഥലമാണല്ലോ വെനീസ്. അപ്പോൾ കംപ്ലീറ്റ് ഈ കനാൽ വഴിയുള്ള ബോട്ട് യാത്രകളാണ് അവിടെ, അല്ലാണ്ട് റോഡുകളൊന്നും ഇല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഡ്രാമ എന്താണ് മെർച്ചൻ്റ് ഓഫ് വെനീസ് ഒക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അന്നേ ഇങ്ങനെ ഈ വെനീസ് അത് കാണാനുള്ള ഒരു മോഹവും ഒക്കെ ആയിട്ട് ഇത്രത്തോളം ഒക്കെ എത്തി. ഇതിപ്പോൾ കാണാൻ പോണു എന്ന് പറയുമ്പോൾ ശരിക്കും ത്രില്ലടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെടുത്താലും 10 രൂപ അല്ല 20 രൂപ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഏതെടുത്താലും 5 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 500 രൂപ വരും കേട്ടോ. ഞാൻ മുന്നേത്തെ എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, നല്ല കോസ്റ്റ്ലിയാണ് സാധനങ്ങളെല്ലാം ഇവിടെ. പിന്നെ ഇന്ത്യൻ മണിയിലേക്ക് നമ്മൾ മാറ്റാതെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, യൂറോപ്പിൽ ഇത്രയും സ്ഥലങ്ങൾ ട്രാവൽ ചെയ്താണ് ഇറ്റലിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റലിയിൽ പക്ഷേ മറ്റ് യൂറോപ്യൻ സ്ഥലങ്ങളിൽ കണ്ട ആ ഒരു അത്രത്തോളം നീറ്റ്നെസ് കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കണ്ടോ, വെള്ളത്തിലൊക്കെ ഒരുപാട് വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉൾപ്പെടെയുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്തു. ബാക്കി നമ്മൾ സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ് ഇവിടെയൊക്കെ തന്നെ ഭയങ്കര എന്താ പറയുക, കാണാൻ തന്നെ നമുക്കൊരു ആ നീറ്റ്നെസ് കാരണം നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക. പക്ഷേ ഇവിടെ ഇപ്പോൾ സാധാ നമുക്കൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ പോലുള്ള ഈ വെള്ളത്തിലൊക്കെ വേസ്റ്റ് ഇടുന്ന അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ആണ് കണ്ടത് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ഈ ബോട്ടിൽ പോകണം. അപ്പോൾ ഈ ബോട്ടിൽ യാത്ര ചെയ്താണ് ശരിക്കും വെനീസിലേക്ക് നമ്മൾ എത്തുന്നത്. വെനീസിലെ ഒരു ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ
അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇത് തുടരാം. That is a private facility. When you see it is छोटे-छोटे retail stations, if you want to explore what is construction, आपको सारे देश में मिलेगी फैसिलिटी जो है कि आपको बंगलोर जो है एक बिगेस्ट बीच और बीच medical management is actually around center. So that is Paris की building, वो छोटी वाली building. അവരും പിന്നെ ജയപ്രസാദ് സാറും നിങ്ങളുടെ ഗൈഡ് ഇതാണ് സാർ കൂടെ നിൽക്കും കൂടെ നിൽക്കുന്നത് ഗൈഡ് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാം ഒന്നേ ഉള്ളൂ ഇപ്പത്തിലൊക്കെ എടുക്കുന്ന കളയാൻ കേട്ടോ Okay, so ladies and gentlemen, now we are going to spend some time together, and I'm going to introduce you to my place, my city. So please feel free then if you have any questions, because I really like to answer to the questions from people who are coming from really far away, and perhaps you are curious about something, and me, I'm explaining to you a lot about history and so on, but then you are curious about something particular. So please feel free, okay? So now pay attention to what I'm going to say to you. In this moment we are standing in a waterfront, a long waterfront. As you can see behind me, water.
Okay, so this place will be your place to go back to the car park, okay, with another boat. I know that Elizabeth told me 5:20. You should be there. So guys, who is strong? Lion is strong, but the lion is symbol of the state. ഈ കുഞ്ഞിനെ അറിഞ്ഞൂടാ Keep the line and keep the right, otherwise the people
Okay, these are the open. Where this water goes? In generation. Regeneration, no? So again, recycling? No, we don't have recycle here. Just. Okay, so, ladies and gentlemen. The first bridge ever built in Venice is the one that is overcrossing the Grand Canal, the main channel that we have. We didn't see that because it's now possible with a boat, with that boat. Okay, so now we keep going straight. How many days is it you are covering? 12. Everybody's here?
ഇതാണ് വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, റിയാൽട്ടോ ബ്രിഡ്ജ്. അതായത് 4 ഏറ്റവും ഓൾഡസ്റ്റ് 4 ബ്രിഡ്ജുകളിലൊരു ബ്രിഡ്ജാണിത്. ഗ്രാൻഡ് കനാലിൻ്റെ മുകളിലൂടെയാണ് പോയിരിക്കുന്നത് കേട്ടോ വെനീസിലെ. അപ്പം അതിൻ്റെ കാഴ്ചകളാണിതൊക്കെ. അങ്ങനെ ഞങ്ങൾ വെനീസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പിസ്സ. വെനീസിൽ ഞങ്ങൾ പിസ്സയൊക്കെ മേടിച്ചു കഴിച്ചു. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ വെനീസ് തെരുവുകളിലൂടെ ഇങ്ങനെ നടന്ന് അവിടുത്തെ കൾച്ചറൊക്കെ ഏകദേശം മനസ്സിലാക്കി. ഒരിക്കലും നമുക്ക് ഈ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടൊന്നും കംപ്ലീറ്റ് യൂറോപ്പിനെ പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ ഈ ഒരു ഹോട്ടലിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇറ്റലിയിൽ വെനീസിൽ തന്നെയുള്ളൊരു ഹോട്ടലാണ് നമ്മൾ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡിന്നറൊക്കെ ഇവിടെയാണ്. അങ്ങനെ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ ഡേ 9 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഇനി 3 ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. സോ ഗുഡ് ബൈ.